ഇനി നമുക്ക് ബീം എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലൂടെ നോക്കി നോക്കാം. അതായത് ഡിസൈൻ 1 സാൽഫുഡ് ജോയിസ്റ്റ് ബീം രണ്ടും ചോദിച്ചാൽ ഇതേ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്യുക. ഡിസൈൻ എ 1 സാൽ ടിമ്പർ ജോയിസ്റ്റ് ഓഫ് ക്ലിയർ സ്പാൻ 3 മീറ്റർ അറ്റ് എ സ്പേസിംഗ് ഓഫ് 15 സെൻറ്റിമീറ്റർ ഇൻ എ റൂഫ്. അതായത് ഇതാണ് നമ്മുടെ ബീം എന്ന് വിചാരിക്കുക. ആ ബീമിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ആ ഇന്നർ ലെങ്ത്ത് വോളിൻ്റെ ഈ ഇന്നറിൽ നിന്ന് ഇവിടുത്തെ വോളിൻ്റെ ഇന്നറിക്കുള്ള ലെങ്ത്ത് ക്ലിയർ സ്പാൻ അത് 3 മീറ്ററാണ് തന്നിട്ടുണ്ട്. ഈ ബീം നമുക്ക് സ്പേസ് ചെയ്തിട്ടുള്ളൊരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസ് ആണ്. അതായത് ടോപ്പ് വ്യൂ നോക്കിയാൽ നമുക്ക് ബീമിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. അതായത് ഇവിടുന്ന് സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസാണ് 15 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. ടോപ്പ് വ്യൂവിൽ ഓരോ ബീമും സ്പേസ് ചെയ്തിട്ടുള്ളത് 15 സെൻറ്റിമീറ്ററിലാണ്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് ദി ബിയറിംഗ് അറ്റ് ഈച്ച് എൻഡ് ഈസ് 10 സെൻറ്റിമീറ്റർ. ബിയറിംഗ് പറഞ്ഞാൽ ഈ ബീം നമ്മുടെ വോളുമായിട്ട് ബിയർ ചെയ്തിട്ടുള്ളത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ളത് 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 3.1 മീറ്ററാണ്. അതെങ്ങനെയാണ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ബിയറിംഗ് ലെങ്ത്ത് നമുക്ക് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഫുള്ള്. അപ്പോൾ അതിൻ്റെ പകുതി കിട്ടിയ ഇവിടുത്തെ ഈ പോയിന്റിൽ നിന്ന് കിട്ടുന്ന ഡിസ്റ്റൻസ് ആവും. അതേപോലെ ഇവിടെയും 10 സെൻറ്റിമീറ്ററാണ് ബിയറിംഗ് ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ പകുതി 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഇവിടുത്തെ 5 സെൻറ്റിമീറ്റർ ഇവിടുത്തെ 3 മീറ്റർ, അതായത് 3000 mm. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇന്നർ ടു ഇന്നർ ലെങ്ത്ത്, സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് ഉണ്ട്, അത് 3.1 മീറ്റർ കിട്ടും. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ദി ഡെഡ് ലോഡ് ഓഫ് റൂഫ് കവറിങ് ഇസ് 2 kN/m². പിന്നെ ലൈവ് ലോഡ് 2.5 kN/m². ഇപ്പോൾ ഇത് രണ്ടും തന്നിട്ടുള്ളത് സർഫസ് ലോഡാണ്, അതായത് kN/m². സർഫസ് ലോഡായിട്ടാണ് തന്നിട്ടുള്ളത്, സർഫസ് ലോഡിൽ. അപ്പോൾ ആദ്യം നമ്മുടെ സ്റ്റെപ്പ് പറഞ്ഞാൽ ലോഡ് കാൽക്കുലേഷൻ, അതായത് നമ്മൾ UDയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ലൈവ് ലോഡിൻ്റെ വാല്യൂ 2.5 kN/m². അതിനെ 0.5 പറഞ്ഞാൽ ഈ 50 സെൻറ്റിമീറ്ററിൻ്റെ സ്പേസിങ് ഓഫ് 50 സെൻറ്റിമീറ്റർ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 2.5 kN/m² മീറ്ററിലാണ് വാല്യൂ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 0.5 കിട്ടി. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ 1.25 kN/m എന്ന് കിട്ടും. പിന്നെ ഡെഡ് ലോഡ് 2 × 0.5, ഇതേപോലെ തന്നെ 2 kN/m². ഡെഡ് ലോഡ് 2, ലൈവ് ലോഡ് 2.5, രണ്ടിനെയും സ്പേസിങ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് kN/m നമുക്ക് ലോഡ് കിട്ടും, UDL ലോഡ്. ഇനി നമ്മൾ ഡെൻസിറ്റി ഓഫ് സാൽവുഡ് കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് നമുക്ക് സെൽഫ് വെയ്റ്റ് ഓഫ് ടിമ്പറിൻ്റെ എത്ര വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളൊരു നമ്മൾ കോൺക്രീറ്റിൻ്റെ സെൽഫ് വെയ്റ്റ് കണ്ടുപിടിക്കാൻ 25 BD, അതിൽ 25 എന്ന് ഉദ്ദേശിച്ചത് കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റിയാണ്, 25 kN/m³. അതേപോലെ ഡെൻസിറ്റി ഓഫ് സാൽവുഡ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ വുഡ് സാലാണ്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് ഡെൻസിറ്റി വിത്ത് അതിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്തിട്ട് 10 സെൻറ്റിമീറ്റർ പിന്നെ 20 സെൻറ്റിമീറ്ററും അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെൽഫ് വെയ്റ്റ് കിട്ടും. അപ്പോൾ ഡെൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ടേബിളിൽ പോയി നോക്കിയാൽ സാൽവുഡ് കണ്ട സാൽവുഡിന് കറസ്പോണ്ടിങ് ഡെൻസിറ്റി 805 kg/m³, 805. അപ്പോൾ 805 kg/m³ ആണ്. 1 കിലോഗ്രാം പറഞ്ഞാൽ 9.81 ന്യൂട്ടനാണ്. അപ്പോൾ നമ്മൾ 805 kg/m³, അതിനെ 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 7887.05 Nm/m³ കിട്ടും. 1000 ന്യൂട്ടനാണ് 1 kN. അപ്പോൾ ഇതിനെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ kN/m³ കിട്ടും. അപ്പോൾ നമുക്കിനി 10 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും വരുന്ന ഒരു ക്രോസ് സെക്ഷൻ അസ്യൂം ചെയ്തു. അതായത് ഇത് 10 സെൻറ്റിമീറ്റർ ആ ബീമിൻ്റെ വിടുത്ത്, ഈ പോയിന്റിൽ നിന്ന് ഈ ഹൈറ്റിൻ്റെ അത് ഡെപ്ത്ത്, അത് 20 സെൻറ്റിമീറ്ററും അസ്യൂം ചെയ്തു. അപ്പം എന്നിട്ട് അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഡെൻസിറ്റീനെ വിടുത്ത് കൊണ്ടും ഡെപ്ത്ത് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക്
സെൽഫ് വെയിറ്റ് ഓഫ് ബീം കിട്ടി. അപ്പോൾ നമുക്ക് ലൈവ് ലോഡ്, ഡെഡ് ലോഡ്, സെൽഫ് വെയിറ്റ് അത് മൂന്നും കൂടി ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ ലോഡ് UDL ആയിട്ട് kN/m കിട്ടി. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷനാണ് WL²/8. ഇതാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ. ആദ്യത്തെ W വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. L വാല്യൂ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 3.1 മീറ്റർ. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ പോയിന്റില്ലേ, അവിടെ നിന്ന് ഈ സെൻറ്ററിക്കുള്ള ഡിസ്റ്റൻസ് 3.1 മീറ്റർ കിട്ടുക. അതായത് ഇവിടുത്തെ ബിയറിങ്ങിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി 10 സെൻറ്റിമീറ്ററിൻ്റെ പകുതി, അതേപോലെ ഇവിടുത്തെ ബിയറിങ്ങിൻ്റെ 10 സെൻറ്റിമീറ്റർ പകുതി, പിന്നെ ഉള്ളിലത്തെ 3 മീറ്റർ ക്ലിയർ സ്പാനും. അപ്പോൾ ടോട്ടൽ 3.1 മീറ്ററാണ് നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാ വാല്യൂ അറിയാം. അപ്പോൾ നമ്മൾ W kN/m കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് വാല്യൂ കിട്ടി. ഇനി നമ്മൾ സെക്ഷൻ മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിൻ്റെ ഇക്വേഷൻ 2 ഇക്വേഷൻ ഉണ്ട്. സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷൻ ഈ M/I = F/I പ്യുവർ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷനാണ്. അപ്പോൾ അതിൽ M പറഞ്ഞാൽ മൊമെൻറ്റ്, I പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, F സ്ട്രെസ്, Y പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എക്സ്ട്രീം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ എഫും ഐയും ഇൻ്റർചേഞ്ച് ചെയ്താൽ M/F = I/Y = Z എന്ന് കിട്ടും. ആദ്യത്തെ M/F കൊണ്ടുള്ള ഇക്വേഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. M നമുക്ക് ഓൾറെഡി അറിയാം, 2.892 kN/m. ഇനി F അറിയാത്ത ആ സ്ട്രെസ് വാല്യൂ Fനെയാണ് ടൈ സിഗ്മ ബി. ആ വാല്യൂ നമുക്ക് കിട്ടുന്നത് നമ്മൾക്ക് ടേബിളിൽ നിന്ന് കിട്ടും. ഫോർ സാൾട്ട് ടിമ്പർ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് ഫോർ ഇൻസൈഡ് ലൊക്കേഷൻ, അതായത് സിഗ്മ ബി 16.9 Nm² എന്ന് കിട്ടും. ആ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്നാണ് കിട്ടുന്നത്. കണ്ട 16.9 Nm² ഇൻസൈഡ് ലൊക്കേഷൻ ബെൻഡിങ്ങിന്. സാൽവുഡിന് കറസ്പോണ്ടിങ് 16 പോയിൻറ്റ് നമ്മൾ അസ്യൂം ചെയ്തത് ഇൻസൈഡ് ലൊക്കേഷനാണ് ബെൻഡിങ്. അപ്പോൾ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമ്മിൻ്റെ അവിടെ തൊട്ട് മുമ്പത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് kN/m കിട്ടിയുള്ളത്, ഇവിടുത്തെ വാല്യൂ Nm²ലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ ഇതിനെ നമ്മൾ kN/m കൺവേർട്ട് ചെയ്യുക. അതിനേക്കാൾ നല്ലത് ഇവിടുത്തെ വാല്യൂ ഇല്ലേ kN/m, അതിനെ 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ വാല്യൂ Nm കൺവേർട്ട് ആവും. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂ Nm ആയി. മേലത്തെ വാല്യൂ Nm, അടിയിൽ Nm/m², 16.9. അപ്പോൾ സെക്ഷൻ മോഡുലസ് നമുക്ക് റിക്വയർഡ് വാല്യൂ mm³ കിട്ടും. ഇനി സെക്ഷൻ മോഡുലസിന് തന്നെ വേറെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, F = I/Y. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡൈമെൻഷൻ കണ്ടുപിടിക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. I/Y, അതിൽ I പറഞ്ഞാൽ നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ BDQ/12 ആണ് ഐൻ്റെ വാല്യൂ. ഐൻ്റെ വാല്യൂ ആണ് BDQ/12. ഈ വൈൻ്റെ വാല്യൂ ആണ് D/2. Y പറഞ്ഞാൽ ഇതാണ് ന്യൂട്രൽ ആക്സിസ് നമ്മുടെ റെക്ടാങ്കുലറിൽ. അപ്പോൾ റെക്ടാങ്കുലർ ടോട്ടൽ ഡെപ്ത് D. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു എക്സ്ട്രീമിക്കുള്ള ഡിസ്റ്റൻസ് D/2 വരിക. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ BD²/6 ആണ് നമുക്ക് അവസാനത്തെ ഇക്വേഷൻ Z കിട്ടുക. അപ്പോൾ D, B 2 അൺനോൺ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു അൺനോൺ വാല്യൂ ആക്കാൻ വേണ്ടിയിട്ട് D/B റേഷ്യോ 2 2.5 അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 2 എന്നാണ് D/B റേഷ്യോ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ D = 2B എന്ന് കിട്ടും. Z = BD²/6. ഈ ഇക്വേഷനിൽ ഡിയുടെ അവിടെ ഈ 2B ഇല്ലേ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ B × D² അവിടെ 2B² എന്നാക്കുക. അപ്പോൾ നമുക്ക് ടോട്ടലി 4BQ/6 എന്ന് ആൻസർ കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് Z അറിയാം, ഇവിടെ കണ്ടുപിടിച്ച Z വാല്യൂ ഇല്ല, അതാണ് Z. ഇനി അൺനോൺ വാല്യൂ B മാത്രമല്ലോ. അപ്പോൾ ഈ Z വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടേക്ക് സെഡിൻ്റെ അവിടെ. ഇനി അതിൽ നിന്ന് B കണ്ടുപിടിച്ചു. B 63.55 mm എന്ന് കിട്ടും. D കണ്ടുപിടിക്കാൻ 2 × B, അതാണ് നമ്മൾ അസ്യൂം ചെയ്തത്, D/B 2. അപ്പോൾ നമുക്ക് ഡിയും കിട്ടി. ഇനി നമ്മൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് 17 mm 113 mm ആക്കി. B 17 mm, D 113 mm. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ് കിട്ടി. ഇനി ചെക്ക് ഫോർ ഷിയർ ആണ് അടുത്ത സ്റ്റെപ്പ്. പെർമിസിബിൾ ഷിയർ സ്ട്രെസ് 0.94 Nm/m², അതായത് പെർമിസിബിൾ ഹൊറിസോണ്ടൽ ഷിയർ സ്ട്രെസ് അത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. നമ്മുടെ വുഡ് സാൽവുഡ്, അതിൻ്റെ പെർമിസിബിൾ കണ്ട 0.94 Nm/m² ഷിയർ ഹൊറിസോണ്ടൽ, ഇതാണ് വാല്യൂ 0.94 Nm/m². ഇനി അതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യണം ഈ 0.94 ചെറുതാണോ നമുക്ക് വരുന്നതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കും. അതിൻ്റെ ഇക്വേഷനാണ് V = W × L/2 - D.
അതിൽ ഡബ്ല്യു നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് 2.4079 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. എൽ നമുക്കറിയാം 3.1 മീറ്റർ, സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ആണ് എടുക്കുന്നത്. ഡി അറിയാം 0.13 മീറ്റർ, നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത് 113 mm ആണ്. അതിനെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മീറ്റർക്ക് കിട്ടും. അപ്പോൾ 0.13 മീറ്റർ കിട്ടി. അപ്പോൾ ഇവിടെ എല്ലാ വാല്യൂ മീറ്റർ, കിലോ ന്യൂട്ടൺ അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ കിലോ ന്യൂട്ടണിൽ കിട്ടും 3.419 കിലോ ന്യൂട്ടൺ. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ന്യൂട്ടണിൽ എത്ര ഷിയർ ഫോഴ്സ് വെർട്ടിക്കലായിട്ട് വരുന്നുണ്ടെന്ന് അറിയും. അപ്പോൾ ഈ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം ഹൊറിസോണ്ടൽ ഷിയർ സ്ട്രെസ് എത്ര വരുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഇക്വേഷനാണ് ടോ മാക്സിമം ഇസ് ഈക്വൽ ടു 1.5 വി ഡിവൈഡഡ് ബൈ ബി ഡി. ഈ ഇക്വേഷൻ പേജ് 12 7.5.7.1 കിടക്കുന്നുണ്ട്. കണ്ട, ഇതാണ് ആ ഇക്വേഷൻ. റെക്ടാങ്കുലർ സെക്ഷന് 3v ഡിവൈഡഡ് ബൈ 2bd, അതിനെ 1.5 v ഡിവൈഡഡ് ബൈ bd അങ്ങനെയും പറയാം. അപ്പോൾ ഇതിലത്തെ വി വാല്യൂ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കിട്ടിയിട്ടുണ്ട്. ബിയും ഡിയും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ട, അപ്പോൾ ഇതിലത്തെ എല്ലാ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുക. ബി 17 mm, ഡി 113 mm, വി 3419 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് മാക്സിമം എത്രയാണോ ഷിയർ ഫോഴ്സ്, ഹൊറിസോണ്ടൽ ഷിയർ ഫോഴ്സ് വരുന്നത് അറിയാം. അപ്പോൾ 0.5635 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. നമുക്ക് പെർമിസിബിൾ വാല്യൂ 0.94 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. അത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടിയ വാല്യൂ. അപ്പോൾ അതിനേക്കാൾ ചെറുതാണ് 0.94 ആണ് മാക്സിമം നമുക്ക് പറ്റിയത്. നമ്മുടെ വരുന്ന വാല്യൂ 0.5635 വരുന്നുള്ളൂ. അപ്പോൾ സേഫാണ്, നമുക്ക് ചെറിയ വാല്യൂയിൽ വരുന്നില്ല, അതുകൊണ്ട് സേഫാണ്. അപ്പോൾ വിച്ച് ഈസ് സേഫ് ഇൻ ഷിയർ. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ചെക്ക് ഫോർ ബിയറിംഗ്. ബിയറിംഗ് ചെക്ക് ചെയ്യാം. ബിയറിംഗ് ഏരിയ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. വിഡ്ത്ത് ഓഫ് ബീമും ബിയറിംഗ് ലെങ്ത്തും. ബിയറിംഗ് ഏരിയ പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ബീം ഇൻറ്റു ബിയറിംഗ് ലെങ്ത്ത്. അതെങ്ങനെ വന്നു പറഞ്ഞാൽ ഈ ടിമ്പറിൻ്റെ ഈ പോർഷൻ ഈ വോളുമായിട്ട് ലൊക്കേറ്റ് ടച്ച് ചെയ്യുന്ന ഏരിയ ഇല്ലേ, അതാണ് ബിയറിംഗ് ഏരിയ. അതായത് ഇതിൻ്റെ വിഡ്ത്ത് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള വിഡ്ത്ത്, അതാണ് ടിമ്പറിൻ്റെ വിഡ്ത്ത്. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഏരിയ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ്. അതായത് ബിയറിംഗ് ലെങ്ത്ത് അത് 10 സെൻറ്റിമീറ്റർ. ഈ ലെങ്ത്താണ് 10 സെൻറ്റിമീറ്റർ, അതായത് 100 mm. ഈ ലെങ്ത്താണ് ഇതിൻ്റെ വിഡ്ത്ത്, അതായത് 17 mm. അപ്പോൾ നമ്മൾ 17 mm 100 mm മൾട്ടിപ്ലൈ ചെയ്താൽ ബിയറിംഗ് ഏരിയ കിട്ടും mm സ്ക്വയറിൽ. ഇനി എൻഡ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ WL/2. W നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് 2.4079. ആ വാല്യൂ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ്. അപ്പോൾ നമ്മൾ 3.1 മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഈ 3.1 സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ആണ്. അപ്പോൾ എൻഡ് റിയാക്ഷൻ നമുക്ക് ഫൈനലി 3.732 കിലോ ന്യൂട്ടണിൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രെസ് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ഫോഴ്സ് പറഞ്ഞാൽ എൻഡ് റിയാക്ഷനാണ്. ആ വാല്യൂ 3.732 കിലോ ന്യൂട്ടൺ ആണ്. അതിനെ നമ്മൾ 10 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂട്ടണിക്ക് ആക്കി. ഡിവൈഡഡ് ബൈ ഏരിയ mm സ്ക്വയർ. അപ്പോൾ ന്യൂട്ടണ് mm സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസർ 0.533 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ വരുന്ന ബിയറിംഗ് സ്ട്രെസ്. ഇനി എത്ര നമുക്ക് പറ്റും നോക്കി നോക്കാം. അവിടെ മാക്സിമം എത്ര അലൗഡ് ആണെന്ന് നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് അലൗഡ് പറഞ്ഞാൽ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് നോർമൽ ടു ഗ്രെയിൻ ആണ്. അതായത് ഇവിടെ സംഭവിക്കുന്ന ബിയറിംഗ് സ്ട്രെസ് അത് ഒരു കംപ്രസീവ് സ്ട്രെസ് തന്നെയാണ്. അത് നോർമൽ ടു ഗ്രെയിൻ പറഞ്ഞാൽ നമ്മുടെ ഈ ഫൈബേഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ട, ഫൈബേഴ്സിൻ്റെ ഡയറക്ഷൻ ഈ കറുത്ത മാർക്കിൽ കണ്ട, ഇങ്ങനെയാണ് ഡയറക്ഷൻ. ഇവിടെ നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ അതിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അത് ഈ ഫൈബറിൻ്റെ ഡയറക്ഷന്, ഫൈബേഴ്സ് ഇല്ലേ നമ്മുടെ ടിമ്പറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ ബെൻഡിങ് അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ ടേബിളിൽ നിന്ന് വാല്യൂ എടുക്കേണ്ടത് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് നോർമൽ ടു ഗ്രെയിൻ ആണ്. അത് 4.6 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. ഇൻസൈഡ് ലൊക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. കണ്ട, സാൽവുഡ് 4.6 ഇൻസൈഡ് ലൊക്കേഷൻ. സാൽവുഡ് പേജ് 5 പേജ് 5 സാൽവുഡ് 4.6 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഇൻസൈഡ് ലൊക്കേഷൻ, കംപ്രസീവ് പെർപെൻഡിക്കുലർ ടു ഗ്രെയിൻ. അപ്പോൾ 4.6 ആണ് മാക്സിമം. നമുക്ക് വരുന്നത് 0.533 അല്ലോ. അപ്പോൾ 4.6നേക്കാൾ ചെറുതായതുകൊണ്ട് സേഫാണ്. ഇനി ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ, അത് പേജ് 30 അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ ഡെൽറ്റ മാക്സിമം 5 ഡിവൈഡഡ് ബൈ 384 WL/4 ഡിവൈഡഡ് ബൈ EI.
ഡബ്ല്യു നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് 2.4079 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ ഈ ഇക്വേഷനിലെല്ലാം ഒറ്റ യൂണിറ്റിൽ ന്യൂട്ടൺ പെർ എം എമ്മിലാണ് നമ്മൾ അല്ലാതെ ന്യൂട്ടൺ എം എമ്മിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂനെ ന്യൂട്ടൺ എം എമ്മിക്ക് കൺവേർട്ട് ചെയ്താലും വാല്യൂ ചേഞ്ച് വരില്ല. അത് കിലോ ന്യൂട്ടനെ കൺവേർട്ട് ചെയ്യുമ്പോൾ മേലെ ഒരു 10 ക്യൂബ് വരും, പിന്നെ മീറ്ററിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അടിയിൽ 10 ക്യൂബ് വരും. അപ്പോൾ ഇത് രണ്ടും വെട്ടി പോയിട്ട് നമുക്ക് വാല്യൂ 2.407 ന്യൂട്ടൺ പെർ എം എം തന്നെ കിട്ടും. പിന്നെ ലെങ്ത്ത് സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് 3.1 മീറ്റർ, അതായത് 3100 mm. ഈ 126.7 10 × 10² അത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. സാൽ വുഡ് 126.7. ഇവിടെ ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിൽ നമുക്ക് കിട്ടണമെങ്കിൽ എക്സ്ട്രാ ഒരു 100 അല്ലെങ്കിൽ 10² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ കൊടുത്തിട്ടില്ല, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 126.7 × 10² ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ നോക്കണം. ഇനി ഐ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, അതായത് 17 mm 113 mm ആണ് നമ്മുടെ പുതിയ സെക്ഷൻ. അപ്പോൾ അതിൻ്റെ ഐ വാല്യൂ കണ്ടുപിടിക്കുക. BDQ/12 വെച്ചിട്ട് അതിൻ്റെ ഐ വാല്യൂ കണ്ടുപിടിച്ചു. ഈ 4 വാല്യൂ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഡെൽറ്റ മാക്സിമം. അപ്പോൾ നമുക്ക് ഡെൽറ്റ മാക്സിമം 17.83 mm കിട്ടും. ഈ ഡെൽറ്റ പെർമിസിബിൾ നമുക്ക് കോഡിൽ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. കണ്ട, ഡെൽറ്റ പെർമിസിബിൾ 1/360 ഓഫ് ദി സ്പാനും വേണമെങ്കിൽ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ 1/240 ചൂസ് ചെയ്യുക. ഈ 1/360 നമ്മൾ ചൂസ് ചെയ്താൽ ലെസ്സർ വാല്യൂ ഓഫ് ഡിഫ്ലക്ഷനാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മുടെ വാല്യൂ ഇപ്പോൾ സ്പാൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 1000 mm ആയിരിക്കുക. അപ്പോൾ 1000/360 ചെയ്താൽ ചെറിയ വാല്യൂ കിട്ടും. അതേസമയം 1000/240 ചെയ്താൽ കുറച്ചുകൂടി വലിയ വാല്യൂ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചെറിയ വാല്യൂ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 1/360 ഉപയോഗിക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ വാല്യൂ ആണ്, 5/384 × WL⁻⁴/EI. ഈ ഇക്വേഷനിൽ W UDL ലോഡിന് ഉപയോഗിക്കുമ്പോൾ ഡബ്ല്യുവിൻ്റെ അവിടെ W × ഒരു എക്സ്ട്രാ എല്ലും കൂടി ഉണ്ട്. അങ്ങനെയാണ് 5/384 WL⁻⁴/EI വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ 1/360 ഓഫ് സ്പാൻ, അപ്പോൾ 1/360 × സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് ചെയ്യുമ്പോൾ 8.611 ആണ് കിട്ടുന്നത്. നമുക്ക് പെർമിസിബിൾ വാല്യൂ 8.611 ആണ്. നമുക്ക് ശരിക്കും വരുന്നത് 17.83. അപ്പോൾ നമ്മുടെ സെക്ഷൻ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ ഫെയിലായി. അപ്പോൾ നമ്മൾ വി നീഡ് ടു റീഡിസൈൻ ദി സെക്ഷൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഹയർ സെക്ഷൻ എഴുതി വയ്ക്കുക. ഇനി അത്ര മതി. ഇനി നമുക്ക് ഈ എക്സാമിന് കുറച്ചുകൂടി ടൈം കിട്ടുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് മാത്രം, അതായത് ഡിഫ്ലക്ഷൻ്റെ സ്റ്റെപ്പ് മാത്രം ഈ സെക്ഷൻ്റെ ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ ഡബ്ല്യും എല്ലും ഇയും ഒക്കെ സെയിം വാല്യൂ ഇട്ട് കൊടുക്കുക. ഐ മാത്രം പുതിയ സെക്ഷന് ബിയും ഡിയും വെച്ചിട്ട്, അതായത് ബിയുടെ അവിടെ 100ഉം ഡിയുടെ അവിടെ 180ഉം വെച്ച് ചെയ്ത് കൊടുക്കുക. വി ചെക്ക് ഡിഫ്ലക്ഷൻ ഫോർ ന്യൂ സെക്ഷൻ. അതിൽ ഐ മാത്രം സെപ്പറേറ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെൽറ്റ മാക്സിമം കിട്ടുന്നത് 4.702. അതായത് ഡെൽറ്റ പെർമിസിബിൾ 8.61 ചെറുതാണ്. അതുകൊണ്ട് അത് ഡിഫ്ലക്ഷനിൽ സേഫാണ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ഡിസൈൻ ചെയ്യുക. ഈ പ്രോബ്ലം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതും ഇതേപോലെ തന്നെയാണ്. ഒരു വുഡിൻ്റെ പേര് തന്നിട്ടുണ്ടാവും, പിന്നെ ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ടാവും, പിന്നെ അവ നമ്മളുള്ള ബിയറിംഗ് ലെങ്ത്ത് തന്നിട്ടുണ്ടായിരിക്കും, പിന്നെ ഡെഡ് ലോഡ്, ലൈവ് ലോഡ്. സെയിം പ്രോബ്ലം, എല്ലാ വാല്യൂസ് മാത്രം വ്യത്യാസം വന്നിട്ടുള്ളത് വരും. ചിലപ്പോൾ ഇൻക്ലൂഡിങ് സെൽഫ് വെയിറ്റ് കണ്ട, ഇവിടെ ഒറ്റയടിക്ക് സെൽഫ് വെയിറ്റ് ഓഫ് ദി ബീം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടോട്ടൽ ഡബ്ല്യു നേരിട്ട് നമുക്ക് ഈ വാല്യൂ എടുത്താൽ മതി, 15 kN/m. അതായത് ഇവിടെ ഒരു സ്റ്റെപ്പില്ലേ നമ്മൾ തുടക്കത്തിൽ ചെയ്തത്, ഇവിടെ 3 വാല്യൂ നമ്മൾ ആഡ് ചെയ്തു. ഈ 3 വാല്യൂ ആഡ് ചെയ്തിട്ട്, അതായത് ലൈവ് ലോഡും ഡെഡ് ലോഡും സെൽഫ് വെയിറ്റും ആഡ് ചെയ്തിട്ടാണ് 2.4079 kN/m കിട്ടി. അതിന് പകരം അവർ എല്ലാ ലോഡും കൂടി ഒരുമിച്ച് തന്നു. അതായത് 15 kN/m ഇൻക്ലൂഡിങ് സെൽഫ് വെയിറ്റ് ഓഫ് ദി ബീം. അതിലെല്ലാ വെയിറ്റും കൂടിയിട്ട് 15 kN/m ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നേരിട്ടിട്ട് ഡബ്ല്യുവിൻ്റെ അവിടെ 15 kN/m എന്ന് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. പിന്നെ വേറൊരു വ്യത്യാസമില്ല, എല്ലാ ക്വസ്റ്റ്യനിലും അതേപോലെ തന്നെയാണ് ചോദിക്കുന്നത്.